சதிசவாக்கியம் 13:12 வசனம். நீதிமொழிகள் 13 அதிகாரம் 12 வசனம். Proverbs 13:12. ஆஷா விளம்பனம் ஹிருதயத்தை ക്ഷീണിപ്പിക്കുന്ന, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. ആമേൻ. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. நெடுங்காலமாய் காத்திருப்பது இருதயத்தை இளைக்க பண்ணும். விரும்பினது வரும் பொழுதோ அது ஜீவ விருட்சம் போல் இருக்கும். Hope deferred makes the heart sick. When the desire comes true, it is a tree of life. ആശാ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന, ഇച്ഛാ നിവൃത്തിയോ, അതാണ് നമ്മുടെ ചിന്താവിഷയം. ഇച്ഛാ നിവൃത്തി, ഹൃദയത്തിലെ ആഗ്രഹത്തിൻ്റെ നിവൃത്തീകരണം. ദ അക്കംപ്ലിഷ്മെൻ്റ് ഓഫ് എവറി ഡിസയർ. ഒരു ഭക്തൻ്റെ ഹൃദയത്തിലെ ഇച്ഛാ നിവൃത്തി, ഇതിനെക്കുറിച്ച് അല്പം ആഴമായി നാം ധ്യാനിച്ച് നാം ദൈവസന്നിധിയിൽ അടങ്ങിയിരുന്നാൽ അവൻ്റെ പൊന്മുഖം നാം ഇന്ന് കാണും. ആമേൻ. നമ്മുടെ കണ്ണുനീർ അവൻ തുടയ്ക്കും. കരം നീട്ടി നാം എല്ലാവരെയും അവൻ അനുഗ്രഹിക്കും. നിങ്ങൾ സഹിച്ച നിന്ദയും കണ്ണുനീരും നെടുവീർപ്പും തകർച്ചയും കടംഭാരമും നിന്ദയും പരിഹാസമും ഒറ്റപ്പെടുത്തലും ഇന്നോട് മതി. ഇച്ഛാ നിവൃത്തി, ദ ഡിസയർ, ദ സീക്രട്ട് ഡിസയർ ഓഫ് യുവർ ഹാർട്ട്. ഇരുദയത്തിൻ വിരുപ്പം. സങ്കീർത്തനക്കാരൻ എഴുതുന്നു 20:4, ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകുമാറാകട്ടെ. ചില ആഗ്രഹങ്ങളല്ല, തുടർന്നുള്ള വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന, നിന്റെ താല്പര്യം ഒക്കെയും. ആമേൻ. All your desire. The Bible says all your desire shall be accomplished. സങ്കീർത്തനം 20:4. എല്ലാ ഇരുദയത്തിൻ വിരുപ്പം, ഇരുദയത്തിൻ എല്ലാ വിരുപ്പമും നമുക്ക് നിറവാക്കി തരുന്ന ഒരു പൊന്നു തമ്പുരാൻ നമുക്ക് ഉണ്ട്. അവൻ്റെ പേരാണ് ക്രിസ്തു യേശു. ആമേൻ. സർവഹൃദയത്തിൻ്റെ ആഗ്രഹം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 1 യോഹന്നാൻ 5:14, പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നീ എന്ത് യാചിച്ചാലും അവൻ നോ പറയുകയേയില്ല. ആമേൻ. സൃഷ്ടിതാവിൻ്റെ ഇഷ്ടപ്രകാരം, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ ഹിതപ്രകാരം നീ എന്ത് യാചിച്ചാലും ഒരു നാളും നോ പറയുകയേയില്ല. അവൻ എപ്പോഴും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഒരുക്കമാണ്.
there is a golden vessel by the side of mighty throne of Father God in heaven. പിതാവാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ സമീപത്ത് ഒരു സ്വർണ്ണപാത്രമുണ്ട്, പൊൻകലശമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ഇവിടെ ഇരുന്ന് നിലവിളിക്കുന്ന ഓരോ പ്രാർത്ഥനയും ധൂപവർഗവുമായ പൊൻകലശത്തിൽ എത്തിച്ചേരും. The special nature of the golden vessel, there is no lid over it. ആ പൊൻകലശത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൽ മൂടിയേ ഇല്ല. ആമേൻ. മൂടിയേ ഇല്ലാത്ത പൊൻകലശം. എപ്പോഴും 24/7 into 365 എപ്പോഴും തുറന്നിരിക്കുന്ന ആ വാതിൽ ദൈവം അടയ്ക്കത്തേയില്ല. നീ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മുമ്പിൽ വരുമ്പോൾ എപ്പോഴും തുറന്നിരിക്കുന്ന പൊൻകലശം. അതിൻ്റെ അർത്ഥം അവൻ്റെ ചെവി എപ്പോഴും നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇന്ന് രാവിലെ 3 മണിക്ക് ഞാൻ അലാറം വെച്ച്, പക്ഷേ എൻ്റെ ദൈവം എന്നെ 2:30 ഉണർത്തി. ഭയങ്കര മഴ, ഇടവിടാതെ ഇന്നലെ മുതൽ മുന്നറിയിപ്പുണ്ട്. ഇനിയും 4 മണിക്കൂർ ഇടിയോട് കൂടി 40 കിലോമീറ്റർ വേഗത്തിൽ പെരുങ്കാറ്റുമായി ഭയങ്കര മഴ ഉണ്ട് എന്ന്. ദൈവസന്നിധിയിൽ 3 മണിക്ക് 2:30 ഉണർന്ന് 3 മണിക്ക് അലാറമടിച്ച് അപ്പോഴും മഴ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, അങ്ങയുടെ ജനം വരുമ്പോൾ തടസ്സമാകരുതേ. നോക്കുക, നോക്കുക ദൈവത്തിൻ്റെ കരം. അല്ലെങ്കിലും ഇടി വെട്ടിയാലും നിന്നെയും എന്നെയും ആരാലും തടുത്ത് നിർത്തുവാൻ പാടില്ല. ആമേൻ, ആമേൻ. നമ്മുടെ ദൈവം നീ ഇവിടെ കാണുന്നത് പോലെ ഉള്ള ഒരു ദൈവമല്ല, കാണക്കൂടാത്ത ദൈവം. No man has ever seen him or can see him. ഒരുവനും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. ഇവൻ ഭയങ്കരൻ, ഇവൻ ഭയങ്കരൻ. നിലവിളിക്കുക. അവൻ്റെ ഇഷ്ടപ്രകാരം നീ നിലവിളിച്ചാൽ ഭൂമിയിലെ ദുഃഖമാണ്. 2 തരത്തിൽ ദുഃഖമുണ്ട്. 2 കൊരിന്ത്യർ 7:10. ഒന്ന് ലൗകിക ദുഃഖം. ചാപ്പാട് വേണം, വെള്ള പെൺകുട്ടി വേണം, അരുമ്പ് മീശ ഭർത്താവ് വേണം, ചോറ് വേണം, ബറോട്ട വേണം, സിനിമ വേണം. ലോകപ്രകാരമായ ദുഃഖം. The Bible says worldly sorrow shall push you into death. മരണത്തെ ഉളവാക്കുന്ന ലൗകിക ദുഃഖം, രക്ഷയെ ഉളവാക്കുന്ന ആത്മീയ ദുഃഖം. ആമേൻ. 2 കൊരിന്ത്യർ 7:10 മരണത്തെ ഉളവാക്കുന്ന ജഡിക ലോക ലൗകിക ദുഃഖം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അല്ല, രക്ഷയെ ഉളവാക്കുന്ന ആത്മീയ ദുഃഖം. രക്ഷയെ ഉളവാക്കുന്ന ആത്മീയ ദുഃഖത്തിൽ നിറഞ്ഞ് അപ്പാ എന്ന് വിളിച്ചു നോക്കുക, സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങും. അവൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചോദിച്ചാലും നോ പറയാത്ത പൊന്നു ദൈവമാണ് നമ്മുടെ ദൈവം. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവാം ദൈവം തൻ്റെ പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് യോഹന്നാൻ 14:13 യോഹന്നാൻ 14:14 പ്രകാരം പിതാവാം ദൈവം തൻ്റെ ഏകജാതൻ ക്രിസ്തുവിൽ മഹത്വപ്പെടേണ്ടതിന് നിയാചിച്ചാൽ എല്ലാ യാചനയും ചന്തമാ ചെയ്തു തരുന്ന നല്ല ദൈവം. ഇച്ഛാ നിവൃത്തി, ദ അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഹാർട്ട് ഡിസയർ. ഇച്ഛാ നിവൃത്തി. അവൻ ചോദിക്കും, എൻ്റെ മകളെ, എൻ്റെ മകനെ, നിനക്ക് എന്ത് വേണം? നീ ആ ശബ്ദം ഇന്ന് കേൾക്കും, നിശ്ചയം കേൾക്കും. ബൈബിളിൽ സാലമനോട് ദൈവം ചോദിച്ചു, ബൈബിളിൽ പൗലോസിനോട് ദൈവം ചോദിച്ചു, ബൈബിളിൽ
തെരുവിൽ കിടക്കുന്ന ഒരു കുരുടൻ, എരപ്പാളി, is a pauper. He was not a prince, he was a pauper. എരപ്പാളി നിർധനനോട് ദൈവം ചോദിച്ച്, മകനേ നിനക്കെന്ത് വേണം? നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഇന്ന് പ്രെയർ ഗാർഡൻസിൽ ഓരോ ആളുകളോടും അവൻ ചോദിക്കും, നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? വാട്ട് ഡു യു വാണ്ട്? 1 രാജാക്കന്മാർ 3-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന കിങ് സോളമൻ അവൻ്റെ ഉറക്കത്തിൽ വന്ന് ദൈവം അവൻ്റെ സ്വപ്നത്തിൽ ചോദിച്ച്, വാട്ട് ബൂൺ യു റിക്വയർ? ആസ്ക് മീ, ആസ്ക്, ആസ്ക്, വാട്ട് ഷാൽ ഐ ഗിവ് അൺടു യു? നീ എന്നോട് ചോദിച്ചു കൊള്ളുക, വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. മകനെ, നീ വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക. അവൻ സമ്പത്ത് ചോദിച്ചില്ല, അവൻ മഹത്വം ചോദിച്ചില്ല, അവൻ ദീർഘായുസ് ചോദിച്ചില്ല, അവൻ ശത്രു സംഹാരം ചോദിച്ചില്ല. ഇതെല്ലാം ഒരു രാജാവിന് അത്യാവശ്യം വേണ്ടത്. സമ്പത്ത് വേണം, മഹത്വം വേണം, ദീർഘായുസ് വേണം, ശത്രുവിന്മേൽ ജയം വേണം. He never asked. ചോദിച്ചേയില്ല. അവൻ ചോദിച്ചത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന വിവേകമുള്ള ഒരു ഹൃദയം. ആമേൻ. ജ്ഞാനം നിറഞ്ഞ ഹൃദയം, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ ഒരു വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് വേണം. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം എല്ലാം തരുന്ന നല്ല ദൈവം. ആമേൻ, ആമേൻ. വാരിക്കോരി ദൈവം കൊടുത്ത്, അന്ന് വരെ അവനെപ്പോലെ ഒരു ജ്ഞാനി ഈ ഭൂമിയിലില്ല, ഇനിയും ഉണ്ടാകുകയേ ഇല്ല. ദൈവം വാരിക്കോരിക്കൊടുത്ത് ലബനാൻ മരുഭൂമിയിൽ സാലമന് ഒരു ഔട്ടർ ഹൗസ് ഉണ്ട്, ഒരു അരൺമന. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 10:21, 2 ദിനവൃത്താന്തം 9:20. ആ ഔട്ടർ പാലസിൽ ഉപ്പ് ചിരട്ട മുതൽ നീ ചവിട്ടി കയറിപ്പോകുന്ന പടി മുതൽ കൊണ്ട് ഉത്തരം വരെ ശുദ്ധ തങ്കമാണ്. ആമേൻ. വാരിക്കോരി ദൈവം കൊടുത്ത് അവൻ ചോദിച്ചത് വിവേകമുള്ള ഹൃദയത്തിന്. ദൈവമോ എല്ലാം വാരിക്കോരിക്കൊടുത്ത്. നമ്മുടെ വീട്ടിൽ ഉടഞ്ഞ മൺകലത്തിന് തുല്യം അവൻ്റെ നാട്ടിലെ വെള്ളി. ഒരു വിലയുമില്ല, അത്ര അവൻ അനുഗ്രഹിക്കപ്പെട്ട്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ കണ്ടെത്തും മുമ്പ് 25,000, വെറും ഒരു 25,000, 4,00,000 ഒരു വീട് വയ്ക്കാൻ ഓടാത്ത സ്ഥലമില്ല. ഒരു ചല്ലി വാങ്ങാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം 2.5 കോടിയുടെ വീട് കർത്താവ് എനിക്ക് തന്നു. ആമേൻ. ഇന്ന് എല്ലാവരുടെ ഉള്ളുകളും തുറക്കണം. ഉള്ളിൽ കയറേണ്ടത് മദ്യമല്ല, മയക്കുമരുന്നല്ല, സിനിമ അല്ല, കൂത്തും പാട്ടുമല്ല, രാഷ്ട്രീയമല്ല, ഗുണ്ടായിസവും ഗ്രൂപ്പിസവുമല്ല. ഈ പൊന്നു തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കയറട്ടെ. വാരിക്കോരി അവൻ തരും. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിനക്ക് വേണ്ടുന്ന വരം വിവേകമുള്ള ഹൃദയം. രണ്ടാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പൗലോസിനോട് കർത്താവ് ചോദിച്ച്, നിനക്കെന്ത് വേണം? Paul, God's apostle, is already blessed. പൗലോസിൻ്റെ മിനിസ്ട്രി മറ്റാളുകളുടെ മിനിസ്ട്രിയെപ്പോൾ അല്ല, അല്ലവേ അല്ല.
அப்போஸ்தலர் 16:18, அப்போஸ்தலர் 19:11. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പൗലോസ് ആത്മനിറവിൽ ഭൂതം ബാധിച്ച സ്ത്രീയെ മുഷിഞ്ഞു നോക്കിയപ്പോൾ അപ്പോൾ ഭൂതം പുറത്തായി. ബൈബിൾ വിശേഷിപ്പിക്കുന്നത് God in heaven did unusual miracle through Paul. അപ്പോസ്തല പ്രവൃത്തികൾ 19:11 നമ്മെ പഠിപ്പിക്കുന്നു, പൗലോസ് മുഖാന്തരം സ്വർഗത്തിലെ ദൈവം അസാധാരണ അത്ഭുതം ചെയ്തെടുത്ത്. എക്സ്ട്രാordinary miracle, unusual miracle. എൻ്റെ ബൈബിൾ എന്നെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ miracle. എങ്കിലും പൗലോസ് മുൻതൂക്കം കൊടുത്തതോ ഇനിയും സഭിക്യം, ഇനിയും അത്ഭുതം, ഇനിയും കടംഭാരം അല്ല. പൗലോസ് മുൻതൂക്കം കൊടുത്ത് അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ചതോ ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ. റോമർ 10:1, ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ നിത്യ നരകത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചതുപോലെ എൻ്റെ ഇസ്രായേൽ ജനമും രക്ഷിക്കപ്പെടണം. That is my desire. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച, അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഇച്ഛ. ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ. ഒരു മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം, ഒരു മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദീപം, തമ്പുരാന്റെ ശ്വാസം. ഉൽപ്പത്തി 2:7. ഇത് നരകത്തിൽ പോകരുത്. നിന്റെ അകത്തേ ഉള്ള മനുഷ്യൻ, ആത്മാവും പ്രാണനും എന്നുള്ള അകമേ ഉള്ള മനുഷ്യൻ നരകത്തിൽ പോകരുത്. ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ എൻ്റെ ജാതി ജനമും ദൈവമേ രക്ഷിക്കപ്പെടണം. റോമർ 10:1 പൗലോസ് നിലവിളിക്കുന്നു, that is my desire. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന മർക്കോസ് സുവിശേഷം 10:46 മുതൽ 52 വരെ ഒരു എരപ്പാളി, കുരുട്ടി എലപ്പാളി, കണ്ണ് കാണാത്ത നിർധനൻ, തെരുവിൽ കിടക്കുന്നവൻ, അവന് ആരുമില്ല. അവൻ്റെ അടുക്കലും യേശു വന്ന് ചോദിക്കും, നിനക്കെന്ത് വേണം, നിനക്കെന്ത് വേണം? കിങ് സാലമനോട് ചോദിച്ച അതേ ദൈവം, നീ പ്രിൻസ് എന്നോ നീ പാപ്പറെന്നോ ദൈവസന്നിധിയിൽ സ്റ്റാറ്റസിൽ വ്യത്യാസമേ ഇല്ല. ആമേൻ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യേശു ഇഹലോക നാളുകളിൽ മത്തായി 14:14 നമ്മെ പഠിപ്പിക്കുന്നു, when he saw the great multitude, first he was moved with compassion and then healed everyone. ആദ്യം ഒരാളിനെ കാണുമ്പോൾ, ഒരു കൂട്ടത്തെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ യേശു ആദ്യം മനസ്സലിഞ്ഞ് പിന്നെ സൗഖ്യമാക്കി. ആദ്യം മനസ്സലിഞ്ഞ് പിന്നെ അവൻ സൗഖ്യമാക്കി. അതാണ് യേശു, അതാണ് യേശു. എരപ്പാളി, തെരുവിൽ കിടക്കുന്നവൻ, ആർക്കും ഇവനെ വേണ്ട. അവൻ നിലവിളിക്കാൻ, എനിക്ക് ആരുമില്ല. ആരുമില്ലാത്തവൻ്റെ അടുക്ക് യേശു വന്ന്, നിനക്ക് എന്ത് വേണം? വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? അയ്യനേ, കാഴ്ച വേണം, കൺപാർവ വേണം, കാഴ്ച വേണം. അവന് ദൈവം നൽകി. കേട്ട് അനുസരിക്കുന്ന ദൈവം. ജോഷുവ 10:14 എല്ലാവരും ആ താള് മറിക്കണം. ഒരു ഭയങ്കര വചനം. തൻ്റെ യജമാൻ മോശയുടെ വീട്ടിൽ വെറും എടുപടി ചെയ്യുന്ന ഒരു അടിമയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. The Bible says he was a servant of Moses. 33:11 പുറപ്പാട് 33:11. ഒരു അടിമ, മോശയുടെ ഒരു വേലക്കാരൻ. അയ്യലോൻ താഴ്വരയിൽ നിന്ന് സ്വർഗം നോക്കി ജോഷുവ നിലവിളിക്കുന്നു, സൂര്യ നിൽക്ക.
സൂര്യ നീ നിൽക്ക. സൂര്യൻ നിൽക്കത്തില്ല. സൺ നെവർ റിട്ടേൺസ്. ഭൂമി നിന്ന്, അതാണ് സൂര്യൻ നിന്ന്. സൂര്യൻ നിന്ന്. ആ സംഭവത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. മഹാദൈവം, മഹാഭയങ്കരൻ ജോഷിയുടെ നിലവിളി കേട്ട് അനുസരിച്ചു. കൈകളെ തട്ടി. ഒരു മനുഷ്യന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം മനുഷ്യന് അനുസരിച്ചു. വേറെ എവിടെ ഉണ്ട്? വേറെ ഏത് ദൈവം ഇങ്ങനെ ചെയ്യും? He hearkened. My God hearkened, not listened. He hearkened the cry of God's captain Joshua. കേട്ട് അനുസരിച്ചു. എലീജ പ്രവാചകന്റെ തോളിൽ നിന്ന് വീണ പുതപ്പുമായി റിട്ടേൺ ട്രിപ്പ് അടിക്കുന്ന എലിശ കര നിറഞ്ഞ് ഓടുന്ന ജോർദാന് ഓങ്ങി അടിച്ചിട്ട് നിലവിളിക്കും, ഏലിയാവിന്റെ ആ ദൈവം എവിടെ? He smote the river and it was split into two. ജോർദാൻ രണ്ടായിട്ട് പിളർന്ന്. കേട്ട് അനുസരിക്കുന്നവൻ. ചിലപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കരയാറുണ്ട്. ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ ഭൂമി എൻ്റെ ദൈവം സൃഷ്ടിച്ച് വച്ചിരിക്കുന്നത് സുന്ദർ സിംഗിന് വേണ്ടി. അതുപോലെ നിങ്ങൾക്ക് പറയാം, എനിക്ക് വേണ്ടി. ഇവിടുത്തെ സിസ്റ്റം, ഇവിടുത്തെ പ്രാണവായു, ഇവിടുത്തെ ആഹാരം, ഇവിടുത്തെ പ്രൊമോഷൻ, ഇവിടുത്തെ ജോലി, ഇവിടുത്തെ സെക്രട്ടേറിയറ്റ്, പാർലമെന്റ്, പ്രൈം മിനിസ്റ്റർ, CM എല്ലാരെയും വച്ചിരിക്കുന്നത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി. അങ്ങനെ പല നന്മകൾ ദൈവം എനിക്ക് ചെയ്ത്. എൻ്റെ BSc പഠിത്തം തീരുന്നത് 81-ൽ. 16-ാം തീയതി മാർച്ച്, 17-ാം തീയതി 81 മാർച്ചിൽ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി. ആമേൻ. 7 ഡേറ്റിൽ എൻ്റെ പഠിത്തം തീർന്നുവോ പിറ്റേ ദിവസം ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഒരു ഉദ്യോഗസ്ഥൻ. ഇതെല്ലാം വച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി. നമ്മുടെ നിലവിളി കേട്ട് അനുസരിക്കുന്ന ദൈവം. ആമേൻ. ഹല്ലേലൂയ. തിരുവല്ലയിൽ എന്നെ പോസ്റ്റ് ചെയ്ത് ഒരു അക്ഷരം മലയാളത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ശ്വാസം മുട്ടിയതുപോലെ. വലിയ സീനിയർ റാങ്കിൽപ്പെട്ട ആളുകൾ മാത്രം പോയിരുന്ന് വർക്ക് ചെയ്യുവാനുള്ള ഒരു പോസ്റ്റിൽ 2.25 വർഷം സീനിയറായി ആയപ്പോൾ തന്നെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലിൻ്റെ സ്പെഷ്യൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കവടിയാറിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ സിസ്റ്റം ഒക്കെയും കർത്താവ് വച്ചിരിക്കുന്നത് സുന്ദർ സിംഗിന് വേണ്ടി. നിങ്ങൾക്കും അത് പറയാം. അതേപോലെ പ്രെയർ ഗാർഡൻസിൻ്റെ ബേസ്മെൻ്റ് ആയപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും ഒരു 1/2 കിലോമീറ്ററിനകലെ ഒരു ചേംബറും 2 അറ്റൻഡർമാരുമുള്ള ഒരു പോസ്റ്റ്. 40 പേരെ മറികടന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. എല്ലാം കർത്താവ് എനിക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്കും ചെയ്ത് തരും. ഞാൻ മുറുകെ പിടിക്കുന്നത് ഈ വചനത്തിലാണ്. ജോഷുവ 10:14 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ജോഷുവ മോശയുടെ വീട്ടിൽ ഒരു അടിമ നിലവിളിച്ചപ്പോൾ മഹാഭയങ്കരനായ ദൈവം അവന്റെ നിലവിളി കേട്ട് അനുസരിച്ച്. ദൈവമക്കളെ, നീയും ഈ ദൈവത്തിൻ്റെ പ്രമാണം കേട്ട് അങ്ങനെ വിട്ടുവിടാതെ കേട്ട് നീയും അനുസരിച്ചാൽ നിന്റെ നിലവിളിയും എൻ്റെ ദൈവം കേട്ട് അനുസരിക്കുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഇതുപോലൊരു പ്രഭാതം നാം കടുത്തിടുന്നു മനമേ, ഇതുപോലൊരു പ്രഭാതം നാം കടുത്തിടുന്നു മനമേ. ആയന്താനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി ഭൂവിൽ വരുമ്പോൾ, ആയന്താനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി ഭൂവിൽ വരുമ്പോൾ. പോരാ, നെയ്യാറ്റിൻകര ഒന്ന് കിടുങ്ങണം ദൈവമക്കൾ കൈയടിച്ച് പാടുമ്പോൾ. ആമേൻ, 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 ആമേൻ. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. ഇതുപോലൊരു പ്രഭാതം എനിക്കടുത്തിടുന്നു പ്രിയനെ, ഇതുപോലൊരു പ്രഭാതം എനിക്കടുത്തിടുന്നു പ്രിയനെ. ആയന്താനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി ഭൂവിൽ വരുമ്പോൾ, ആയന്താനന്ദം ശോഭിത സൂര്യനായി ഭൂവിൽ വരുമ്പോൾ, കൊടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. കൊടുങ്കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. ഓടിയോടു ഞാൻ വരുന്നേ സങ്കടം അങ്ങ്. അഗ്നി, 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 അഗ്നി. സ്വർഗം തിറക്കപ്പെടുന്നു, സ്വർഗം തിറക്കപ്പെടുന്നു, സ്വർഗം തിറക്കപ്പെടുന്നു. ഓരോ ആളുകളിലും ദിവ്യ അഗ്നി, ദിവ്യ അഗ്നി വർഷിപ്പിക്കപ്പെടുന്നു. ദിവ്യ അഗ്നി ആരാടിപ്പേ, ജഡം ജഡം ചാകട്ടെ, ആരാടിപ്പേ. ആത്മ നിറവിലാകവേ, ആത്മ നിറവിലാകവേ, ആത്മ നിറവിലാകവേ, ആത്മ നിറവിലാകവേ, ആത്മ നിറവിലാകവേ. ഓ തീ, തീ നിന്റെ ഉള്ളിൽ ആത്മീയ തീ, അഭിഷേക തീ. ആമേൻ, ആമേൻ. ദുഷ്ടപിശാച് നിന്റെ ഉള്ളിൽ കൊണ്ടിടുന്ന ഇരുമനസ്, ഇരുള് മനസ്സ്, ഇരുമനസ്, ഇരുൾ മനസ്സ് മാറിപ്പോ, മാറിപ്പോ. പരിശുദ്ധ ഹൃദയം, ശുദ്ധ ഹൃദയം വച്ച് സ്ഥാപിക്കണം, വച്ച് സ്ഥാപിക്കണം. ശുദ്ധ ഹൃദയം എല്ലാ ഉള്ളുകളിലും, ശുദ്ധ മനസ്സ്, ശുദ്ധ മനസ്സ്. വാഷ് them out, wash every darkness out, wash every darkness out. എല്ലാ ഇരുളും യേശുവിൻ നാമത്തിൽ പിതാവേ കഴുകി മാറ്റുന്നതിനായി നന്ദി, 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 നന്ദി. തീ, തീ. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. നെഞ്ചുവേദനയോട് നെഞ്ച് സ്തംഭിച്ചു പോകുമോ എന്നുള്ള നിലവിളിയോട് ഈ ആരാധനയിലിരിക്കുന്ന 6 പേര് കർത്താവിന്റെ പൊൻകരം തൊടുന്നു, പൊൻകരം തൊടുന്നു. ഗ്യാസ് ട്രബിൾ മാറുന്നു, ദുഷ്ടനിട്ടിരിക്കുന്ന കെട്ട് പൊട്ടുന്നു, പൊട്ടുന്നു, പൊട്ടുന്നു. ആമേൻ, ആമേൻ. ഹൃദയത്തിലെ BP മാറുന്നു, മാറുന്നു. സമ്പൂർണ്ണ സൗഖ്യം, സമ്പൂർണ്ണ സൗഖ്യം, സമ്പൂർണ്ണ സൗഖ്യം. എന്റെ ഇടത് ഭാഗത്തിൽ ഈ ഹാളിന്റെ അകത്ത്
മൂന്ന് ഇൻസ്റ്റൻസിൽ അടിക്കടി ആത്മഹത്യ ഉണ്ടായ ഭവനത്തിൽ നിന്ന് നിലവിളിയോട് എത്തിരിക്കുന്ന ഒരു സഹോദരിയെ ബന്ധിച്ചു വച്ചിരിക്കുന്ന സർപ്പത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ മുറിക്കുന്നു. ആത്മഹത്യ സ്പിരിറ്റ് ആ വീട്ടെ വിട്ട് പോ. ഇപ്പോൾ 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 ഇച്ഛാ നിവൃത്തി. Your desire of your heart shall be accomplished at any cost. ഹൃദയത്തിലെ ആഗ്രഹം എല്ലാം നിവർത്തിക്കുന്നവൻ. ആർക്ക്? സങ്കീർത്തനക്കാരൻ ഒരു കണ്ടീഷൻ വയ്ക്കുന്നു. സങ്കീർത്തനം 37:3-4 യഹോവയിൽ തന്നെ നീ രസിച്ചുകൊള്ളുക. പോരാ, ഇനിയും പോരാ. Delight yourself in God. യഹോവയിൽ തന്നെ, ദൈവത്തിൽ തന്നെ നീ രസിച്ചുകൊള്ളുക. എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അടുത്ത വീട്ടുകാരനല്ല നിനക്ക് തരും. ദൈവത്തിൽ തന്നെ ഇവനെ വിടല്ലേ മക്കളെ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് തരും. ഒരു കമ്പം ദൈവത്തോട്, ഒരു പ്രേമം ദൈവത്തോട്, ഒരു സന്തോഷം, ഒരു ആനന്ദം, ഒരു രസം ദൈവത്തോട്. ദൈവത്തിൽ തന്നെ രസിച്ചുകൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ദൈവം നിനക്ക് തരും നിശ്ചയം. ഇഷ്ടം പോലെ തിന്നാം, ഫ്രീഡം. ആദി മനുഷ്യൻ ആദാമിനും ഹവ്വയ്ക്കും സർവശക്തനായ ദൈവം നൽകിയ ഫ്രീഡം. ഈ തോട്ടത്തിലെ ഫലം എല്ലാം ഇഷ്ടം പോലെ തിന്നാം. ഒരു മരത്തിന്റെ ഫോർബിഡൻ ഫ്രൂട്ട്, ഒരു മരത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. ഏത് ഫലത്തെ ദൈവം നിരോധിച്ചുവോ അതിനോടാണ് ഇവള് കമ്പമുണ്ടായത്. ദൈവച്ച പുച്ഛമായി കരുതി ദൈവം അരുത് എന്ന് പറഞ്ഞ ഫോർബിഡൻ ഫ്രൂട്ട്, നിരോധിക്കപ്പെട്ട ഫലത്തിന്മേൽ ഇവൾക്കൊരു ആനന്ദം, ഇവൾക്കൊരു അട്രാക്ഷൻ, ഇവൾക്കൊരു കമ്പം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അതേപോലൊരു മനുഷ്യൻ യേശാവ്. ദൈവത്തെക്കാൾ അവന് കമ്പം ഒരു നേര പ്രഥമം പായസം, ഒരു നേര ഊണ്, ഒരു ഊഞ്ചാലാട്ട്, ഒരു ഓണം, ഒരു സാപ്പാട്, ഒരു പൂക്കളം, മലം. മലത്തനി തുടരുത് നോറും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നീ ദൈവത്തിൽ കമ്പം ആനന്ദമുള്ളവനായി മാറണം. യേശാവിനെ പോലെ ഒരു നേരം ആഹാരത്തിന്റെ പുറകിൽ പോയാൽ നീയും തൊലയും, നിന്റെ തലമുറയും തൊലയും. പ്രാർത്ഥനയ്ക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പുറപ്പാട് 12:41 430 ആണ്ടുകൾ തികയുന്ന അന്ന് തന്നെ എന്റെ ദൈവം തന്റെ ജനത്തെ ഈജിപ്റ്റ് വിട്ട് പുറപ്പെടുവിച്ച് അന്ന് തന്നെ ഒരു ലിങ്ക്സ് അങ്ങോട്ട് മാറിയില്ല. അന്ന് തന്നെ പുറപ്പെടുമ്പോൾ കർത്താവ് മോശെ മുഖാന്തരം അവർക്ക് കൊടുത്ത കൽപ്പന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എവർ ഗോ ഫോർവേഡ്,
പുറപ്പാട് 14:15 എന്തു വന്നാലും പുറകോട്ട് നോക്കരുതേ, പുറകോട്ട് പോകരുതേ, മുമ്പിലേക്ക് പോകുവാൻ നിന്റെ ജനത്തോട് നീ പറയുക പറയുക പറയുക. പക്ഷെ ഈ ജനമോ അതിനോടല്ല ആഗ്രഹം. എപ്പോഴും അവർ ചിന്തിച്ച് തീരുമാനമെടുത്ത് ദൈവം എന്തു പറഞ്ഞുവോ അതിന് തലകീഴായി. സംഖ്യ 14:4 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവർ നിന്ന് കൂട്ടം കൂടി തീരുമാനിച്ച് തലവനെ നിശ്ചയിച്ച് മടങ്ങിപ്പോകാം എന്ന് തീരുമാനിച്ചു. ദൈവം ഏതിനോട് അരുത് എന്ന് പറഞ്ഞുവോ അതിനോട് കമ്പം. ലോത്തിന്റെ ഭാര്യയോട് കർത്താവ് കട്ടൻഡ്രയായി കൽപ്പിക്കുന്നു, ഓടിപ്പോക. അതിൻ്റെ അർത്ഥം നിൽക്കരുത് എന്നാണ്. നീ ഇവിടെ നിൽക്കരുത്, ഓടിപ്പോക. അവൾ നിന്ന് അത് തന്നെ ചെയ്തു. പുറകോട്ട് നോക്കരുത്. അവൾ പുറകോട്ട് തന്നെ നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ദൈവം എന്തിൽ നോ പറഞ്ഞുവോ അത് ചെയ്യുവാൻ പല ആളുകൾക്കും കമ്പമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നടക്കത്തേയില്ല. ദൈവത്തിൽ നീ രസിച്ചുകൊള്ളുക, എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവൻ നിനക്ക് തരും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഡിലൈറ്റ് ഇൻ ഗോഡ്. എന്നാൽ ദൈവത്തിൽ ആനന്ദം, ദൈവത്തിൽ ഉല്ലാസം, ദൈവത്തിൽ ഒരു കമ്പം, ഒരു തീഷ്ണത. ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനം തുടങ്ങുമ്പോഴേ സങ്കീർത്തനക്കാരൻ എഴുതുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ, യഹോവയുടെ വചനത്തിൽ ഞാൻ സന്തോഷിച്ചു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഏത് സമയത്തും രാത്രിയും വചനം ധ്യാനിക്കണം, പകലിലെയും ഏത് സമയത്തും. അതോട് വ്യാഖ്യാനം തീർന്നില്ല. രാത്രി ഇരുൾ, താഴ്ച, കഷ്ടത, ഞെരുക്കം, നെടുവീർപ്പ്, ഒറ്റപ്പെടുത്തൽ, പരിഹാസം, കഷ്ടത, കടംഭാരം എല്ലാം തീർന്നെന്നുള്ള അവസ്ഥ. അപ്പോഴും അതാണ് രാ. താഴ്ചയുടെ അവസ്ഥയിലും പകൽ, പ്രകാശത്തിൻ്റെ നാൾ. ഉയർച്ചയിലും താഴ്ചയിലും ദൈവവചനത്തിൽ ഞാൻ രസിക്കും. അതാണ് ദൈവത്തിൽ രസിക്കുക. സങ്കീർത്തനം 119, 174 നമ്മ പഠിപ്പിക്കുന്ന വചനം എനിക്ക് പ്രമോദം. ആമേൻ. വചനം കാട്ടുന്ന മാർഗം. സങ്കീർത്തനം 119, 35 ഐസയ പ്രവാചകൻ എഴുതുന്നു 30:21 ഇടത്തോട്ടും മാർഗമുണ്ട്, വലത്തോട്ടും മാർഗമുണ്ട്. അത് രണ്ടും നിനക്കുള്ള മാർഗമല്ല. നീ ഒരു ശബ്ദം കേൾക്കും, ഇടത്തോട്ടും വലത്തോട്ടും അല്ല മാർഗം. ഇതാണ് നിന്റെ വഴി. The way of God's commandment. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നൽകുന്ന ഒരു വഴി. അതിൽ എസ്രാ ശാസ്ത്രി എഴുതുന്നു 119:35 അതിൽ എനിക്ക് ഇഷ്ടം, ദൈവവചനത്തിൽ ഇഷ്ടം, ദൈവത്തിൻ്റെ വചനം കാട്ടുന്ന വഴിയിൽ എനിക്ക് ഇഷ്ടം. ദൈവവചനം പുറപ്പെടുവിക്കുന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം 40:8 ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് പ്രമോദം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമത്, ആണ്ടുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു കുഞ്ഞ് കിട്ടാതെ ഹന്ന അവസാനം തീരുമാനിച്ച്, ഞാൻ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ഞാൻ പോകും, ആലയത്തിൽ പോകും.
ദൈവം അവളുടെ പ്രാർത്ഥന മാനിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതേയില്ല. കുഞ്ഞിനെയും കൊണ്ടവൾ ഓടിയില്ല. ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പ്രാർത്ഥിച്ച് അവൾക്ക് വിടുതൽ കിട്ടിയോ ആ സ്ഥാനത്ത് വന്നിരുന്ന് പറയും. 1 സാമുവേൽ 2:1 ദൈവമേ നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. കിട്ടിയ വിടുതലിൽ നീ സന്തോഷിക്കണം. ദൈവവചനത്തിൽ നീ സന്തോഷിക്കണം. വചനം കാട്ടുന്ന മാർഗത്തിൽ നീ സന്തോഷിക്കണം. ദൈവ ഇഷ്ടത്തിൽ നീ സന്തോഷിക്കണം. ദൈവം തന്ന മോചനത്തിൽ നീ സന്തോഷിക്കണം. 4ാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 12:10 ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നീ നിലകൊള്ളുമ്പോൾ ഉടലെടുക്കുന്ന ഉപദ്രവമുണ്ട്. സ്തോത്രം വരുന്നില്ലല്ലോ. 2 തിമോഥെയോസ് 3:12 ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ ഒരുക്കമുള്ളവന് ഈ ലോകത്തിൽ ഉപദ്രവം ഉണ്ട്. പൗലോസ് കൊരിന്ത് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതുന്നു 2 കൊരിന്ത്യർ 12:10 ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവം ഞാൻ ഇഷ്ടപ്പെടുന്നു. ആമേൻ. ദൈവവചനത്തിൽ ഇഷ്ടം, ദൈവത്തിൽ ഇഷ്ടം, വചനം കാട്ടുന്ന മാർഗത്തിൽ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് പ്രിയം, ദൈവം തന്ന ഉയർച്ചയിൽ അനുഗ്രഹത്തിൽ എനിക്ക് സന്തോഷം. ദൈവത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുമ്പോൾ ലോകം തരുന്ന ഉപദ്രവത്തിലും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ദൈവത്തിൽ തന്നെ രക്ഷിച്ചു കൊള്ളുന്നവനിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം അവന് ദൈവം നൽകും. ആമേൻ. മെലിഞ്ഞു പോയാൽ ആളുകൾ ചോദിക്കും ഷുഗറാണോ? മെലിഞ്ഞു പോയാൽ ആളുകൾ ചോദിക്കും ഷുഗറാണോ? അല്പം കൊഴുത്ത് വയറുമായിരുന്നാൽ ചോദിക്കും കൊഴുപ്പാണോ, കൊളസ്ട്രോളാണോ? ഇത് രണ്ടിനും മിണ്ടാതിരുന്നാൽ ചോദിക്കും BP ആണോ? പക്ഷെ ദൈവം പറയുന്ന ഓരോ വാക്കും നമുക്ക് ഊർജമാണ്. മനുഷ്യൻ്റെ പോലല്ല, ഊർജമാണ്. ആകയാൽ മനുഷ്യൻ നിന്നെ തൊടുന്നത് നീ വാടിപ്പോകാൻ. തൊട്ടാൽ വാടും. കണ്ടിട്ടുണ്ടോ ചെടി? തൊട്ടാൽ വാടും. അത് വാടുന്നത് കൊണ്ട് ആളുകൾ വീണ്ടും വീണ്ടും തൊടും. നീ വാടിപ്പോകരുത്. നീ പനമരമാണ്. പനയിൽ കയറി ഒരുത്തരും പനപോലയിൽ തൊടത്തില്ല, വിവരമറിയും. തൊട്ടാൽ വാടിയല്ല. നീ നീതിയിൻ ഉറവിടമായ പനമരം. നീ ഏത് വെറിയിലും കഷ്ടതയിലും ഉയർന്നു വളരേണ്ടവൻ. ആമേൻ, ആമേൻ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ. ശത്രുഗണം ഒന്നാകെ ചെങ്കടലിൽ മുങ്ങിപ്പോ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയിൽ ഇനിമേ. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ. ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ശലോമോനോട് ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദേവാദി ദൈവം ചോദിക്കുന്നു, വാട്ട് ഡു യു വാണ്ട്?
1 രാജാക്കന്മാർ 3-ാം അധ്യായം 9-ാം വചനത്തിൽ മകനെ നീ വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക. രാജാവാണ്, സമ്പത്ത് ചോദിച്ചില്ല, മഹത്വം ചോദിച്ചില്ല, ദീർഘായുസ് ചോദിച്ചില്ല, ശത്രു സംഹാരം ചോദിച്ചില്ല. നന്മകളെ തിന്മകളെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തിന് കറക്റ്റായി നീതിയുടെ ന്യായപാലനം നടത്തേണ്ടതിന് എനിക്കൊരു വിവേകമുള്ള ഹൃദയം തരേണം. ഈ സീറ്റിൽ ഇരുന്നത് അങ്ങയുടെ ഭക്തൻ എൻ്റെ പിതാ ദാവീദാണ്. ഞാനോ ബാലൻ, എനിക്ക് അറിവില്ല. ഞാനോ ബാലൻ, എനിക്ക് അറിവും അനുഭവമില്ല. കറക്റ്റായി നീതി പുലർത്തേണ്ടതിന്, നന്മ തിന്മകളെ തിരിച്ചറിയേണ്ടതിന് എനിക്കൊരു ഹൃദയം വേണം. എൻ്റെ അപ്പൻ്റെ ഹൃദയം, ദാവീദിൻ്റെ ഹൃദയം നീതി നിറഞ്ഞത്. എൻ്റെ അപ്പൻ ദാവീദിൻ്റെ ഹൃദയം സത്യം നിറഞ്ഞത്. അടുത്തുള്ള വചനങ്ങളിൽ ഈ മർമ്മമുണ്ട്. അപ്പൻ്റെ ഹൃദയം നീതി നിറഞ്ഞത്, സത്യം നിറഞ്ഞത്. അപ്പൻ്റെ ഹൃദയത്തിൽ പരമാർത്ഥത, അപ്രൈറ്റ്യസ്നെസ് ഇൻ ഹാർട്ട്, പരമാർത്ഥത കൊണ്ട്. അങ്ങനെ ഒരു വിവേകമുള്ള ഹൃദയം ദൈവമേ എനിക്ക് തരണം. അപ്പൻ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത അതേപോലൊരു ഹൃദയം. എന്താണ് ദാവീദിൻ്റെ ഹൃദയം? 21 പ്രാവശ്യം തന്നാൽ സഹായം ലഭിച്ച സൗൽ ദാവീദിനെ ലാക്കാക്കി തൻ്റെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തി പരാജയപ്പെട്ട ശത്രു 1 സാമുവേൽ 24-ാം അധ്യായത്തിൽ ഒരു ഗുഹയിൽ വെച്ച് ദാവീദും കൂട്ടാരും ഒരടി ഇടവെളി, ഇവർ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് ഒരടി, കണ്ടുമുട്ടിയപ്പോൾ അതിന് പകരം വീട്ടുവാനുള്ള സന്ദർഭം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സാലമൻ രാജാവിന് ഉണ്ടായിരുന്നിട്ടും 1 സാമുവേൽ 24, 3, 4, 5 വചനങ്ങളിൽ ദാവീദിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ഇവന് പ്രോത്സാഹനം നൽകുന്നു. ദാവീദേ, അങ്ങയെ കൊല്ലുവാൻ പലവട്ടം ശ്രമിച്ച ഒരുവനാണ് മുമ്പിൽ നിൽക്കുന്നത്. ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഇതുപോലൊരു സന്ദർഭം നിനക്ക് ഒരുക്കുമെന്ന്. 1 സാമുവേൽ 24:4. അതാണ് ഈ സന്ദർഭം. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ ഇവനെ തീർത്ത് കെട്ടാൻ ഒരു സന്ദർഭം ഒരുക്കുമെന്ന്. ആളുകൾ ഇവനെ പിരികെറ്റുന്നു, ദാവീദിനെ പിരികെറ്റുന്നു. നിനക്ക് ബോധിച്ചതുപോലെ ശത്രുവിന് പകരം വീട്ടുക. 1 മിനിറ്റ് ദാവീദും പിരിയിലൊന്ന് ഉയർന്ന് ശൗലിന്റെ വസ്ത്രത്തിന്റെ അറ്റം മുറിച്ച മിനിറ്റിൽ അവൻ്റെ മനസാക്ഷി കുത്തി. അതാണ് ദാവീദിന്റെ മനസ്സ്, അതാണ് ദാവീദിന്റെ ഹൃദയം. ഒരു അഭിഷിക്തന്റെ വസ്ത്രത്തിന്റെ അറ്റം ആളുകളുടെ കള്ളപ്രവചനത്തിന്റെ സ്ക്രൂ കേട്ടിട്ട് മുറിച്ചപ്പോൾ അവന്റെ ഹൃദയം കുത്തി. അതാണ് ദാവീദിന്റെ ഹൃദയം. അതുപോലുള്ള ഹൃദയം എനിക്ക് വേണം. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ വിവേകമുള്ള ഒരു ഹൃദയം. മുമ്പിൽ ശത്രു തീർത്ത് കട്ടപ്പെടേണ്ടവൻ, കൂടെ നിൽക്കുന്ന ആളുകൾ പ്രവചനം 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 എന്നുള്ള പേരിൽ അത് പ്രവചനം തന്നെയാണ്. ഇവനെ പിരികേറ്റിയപ്പോൾ ഇവന് അറിയാം അവൻ അഭിഷിക്തനാണ്, അവനെ തൊട്ടാൽ ദൈവം എന്നെ വിടുകയില്ല. പ്രതികാരം വരണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നല്ല, അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വേണം വരാൻ. അത് പ്രവചനം എന്നറിഞ്ഞിട്ടും അത് പിരികേറ്റി വിടുന്ന സ്ക്രൂ.
എന്നും ദാവീദിന് മനസ്സിലായപ്പോൾ ഈ പ്രവചന സ്ക്രൂ കേട്ടിട്ട് അഭിഷക്തനെ ഞാൻ തൊട്ടാൽ അതിൻ്റെ ഫലം വരുന്നത് പിരിക്കേറ്റിയവന് അല്ല, എൻ്റെ തലയിലാണ് വരുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ദാവീദ് ചെയ്ത പ്രവചനം തന്നെയാണ്. പക്ഷേ ദാവീദിന് അറിയാം ഒന്ന്, എന്തറിയാം? ഒന്ന്, റോമർക്കെഴുതിയ ലേഖനം 12:19 പ്രതികാരം ദൈവം കൊടുക്കും. ഞാൻ തൊടാൻ പാടില്ല. ഇത് രണ്ട് മനസ്സിലായി. മൂന്ന്, ചില ആളുകളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്മ ചെയ്യുവാൻ ഇവിടെ ദൈവം വച്ചിട്ടുണ്ട്. അതുപോലെ പല ആളുകള് ഉൽപ്പത്തി 15:16 തിന്മ മാത്രം ചെയ്യുവാൻ ഭൂമിയിൽ വച്ചിട്ടുണ്ട്. അവിടെ തിന്മ തികയുവോളം അവർ ജീവിക്കും. അത് ദാവീദിന് അറിയാം. തിന്മ ചെയ്യുവാൻ ദൈവം വച്ചിരിക്കുന്ന ആളാണ് സബിൽ. ഞാൻ തുടരുത്. ഈ പിരി കേട്ടിട്ട് ഞാൻ അത് പ്രകാരം ഞാൻ ജമ്പ് ചെയ്യരുത്. നാലാമത്, നീ നീതിയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി ജീവിച്ചാൽ കഷ്ടത ഉണ്ട്. അത് ദൈവം തരുന്ന കഷ്ടത. ആ കഷ്ടതയുടെ ലിമിറ്റ് വിട്ടിട്ട് വേറൊരു മനുഷ്യൻ കഷ്ടതയെ നിൻ്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവം വിടത്തില്ല, അനുവദിക്കത്തില്ല. മോശയുടെ ജീവിതം കഷ്ടതയായിരുന്നു. അത് ദൈവം തന്ന കഷ്ടത ഒരു ലിമിറ്റ്. സ്വന്തം സഹോദരി മറിയാം വന്ന് ഒരു കഷ്ടത കൂട്ടിച്ചേർത്ത ഉടൻ ദൈവം കൊടുത്തത് ക്യാൻസറാണ്, കുഷ്ഠമാണ്. പിന്നെ ഇവൻ കരയേണ്ടി വന്ന് ഇവിടെ ക്യാൻസർ ഒന്ന് സൗഖ്യമാക്കി കൊടുക്കണമേ, ഇവളുടെ കുഷ്ഠമൊന്ന് മാറ്റിക്കൊടുക്കണമേ. ഈ ജീവിതത്തിൻ്റെ ഉപദേശത്തിൻ്റെ പഥ്യം നാലും നന്നായിട്ട് മനസ്സിലാക്കുവാനുള്ള വിവേകം ദാവീദ് എന്നുള്ള ഇടയച്ചെറുക്കന് നന്നായി ഉണ്ടായിരുന്നത് കൊണ്ട് കൂടെ നിന്ന ആളുകൾ പ്രവചനം എന്നുള്ള പേരിൽ പിരികേറ്റി വിട്ടപ്പോൾ അതിനെ സ്വന്തമായി ദാവീദ് തള്ളിക്കളഞ്ഞു. അവിടെയാണ് നിന്റെ ജയം. അവിടെയാണ് നിന്റെ ജയവും പരാജയവും തുടങ്ങുന്നത്. അതുപോലുള്ള ഹൃദയം ദാവീദിൻ്റെ പൊന്നുമോൻ സോളമൻ ദൈവ സന്നിധിയിൽ നിലവിളിക്കുന്ന സത്യം, നീതി, ആത്മാർത്ഥത, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഒരു ഹൃദയം കർത്താവ് എനിക്ക് തരണമേ. അവനെപ്പോലെ ഒരു ജ്ഞാനി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഹൃദയം, സമ്പത്ത്, മഹത്വം, ദീർഘായുസ്, ശത്രു സംഹാരം എല്ലാം ദൈവം സോളമന് വാരി കോരി നൽകി. ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലാ, നായകന ഉള്ളതിന ജയം ജയം നിശ്ചയം, നായകനായുള്ളതിന ജയം ജയം നിശ്ചയം. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചു, പാപത്തെയും കൈകൾ ഉയർത്തി, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. ജയം 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 ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുരാജൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. രണ്ടാമത് റോമർ 10:1.
പൗലോസന്റെ ഹൃദയത്തിലെ ആഗ്രഹം, ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ എൻ്റെ ഇസ്രായേൽ ജനമും രക്ഷിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച. ജാഫ്ന എയർപോർട്ടിൽ നിന്ന് 2 പൈലറ്റ് ഓഫീസർമാരുമായി ഒരു യുദ്ധവിമാനം പൊങ്ങി ഉയർന്ന് അതേ വേഗത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആ യുദ്ധവിമാനം മുങ്ങി. ശ്രീലങ്കൻ ആർമി അലർട്ടായി. പറവുകൾ പോലെ ഹെലികോപ്റ്ററുകൾ പറന്ന് അവസാനം മുങ്ങിയ സ്ഥലത്ത് ഒരാളിനെ കണ്ടെടുത്ത് ചികിത്സയ്ക്ക് ശേഷം അയാളുടെ ജീവൻ മടക്കി കിട്ടി. ജീവൻ മടങ്ങി വന്ന ഉടൻ അയാൾ നിലവിളിച്ച്, അയ്യോ, മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ട്, അയ്യോ, there is another man, മറ്റൊരാൾ കൂടെ അവിടെ ഉണ്ട്. ഇതാണ് സുവിശേഷം. നീ രക്ഷിക്കപ്പെട്ടുവോ? നീ കർത്താവിനെ കണ്ടെടുത്തുവോ? നീ കർത്താവിനെ കണ്ടുമുട്ടിയോ? നീ കണ്ടുമുട്ടിയ യേശു, നിനക്ക് രക്ഷ തന്ന യേശു മറ്റൊരാളിനോട് കൂടെ പകരുവാൻ നീ ബാധ്യസ്ഥനാണ്. ഒരാൾ, യേശുവിനെ കണ്ടുമുട്ടിയ ഒരാൾ ഒരു ദിവസം ഒരാളിനോട് സുവിശേഷം അറിയിച്ചാൽ 30 ദിവസത്തിന് അകം ഭാരതം യേശുവിനെ കണ്ടെത്തും. We are not bothered. നാം അത് ചെയ്യാറില്ല. നമുക്ക് കുസ്തിയും പള്ളിയിൽ പറോട്ട വിൽപ്പനയും സിനിമാ പ്രദർശനവും ഗ്രൂപ്പിസവും അവനെ കണ്ടാൽ അവന് ഏറ്റ രീതിയിൽ സംസാരിക്കും. അവൻ്റെ എതിർ ഗ്രൂപ്പ് മറ്റാസനെ കണ്ടാൽ അതിന് നേരെ എതിരായി സംസാരിക്കും. നിനക്ക് ഒരുങ്ങിയിരിക്കുന്നത് നരകം. ജീവിതം നേരെയാകട്ടെ. നീ ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഏക ജോലി നീ കണ്ടെത്തിയ യേശുവിനെ കണ്ടെത്താത്ത വ്യക്തിക്ക് നീ പരിചയപ്പെടുത്തി കൊടുക്കണം. പരിചയപ്പെടുത്തിയാൽ ഈ ഭാരതം 1 മാസത്തിൽ എൻ്റെ അപ്പനെ കണ്ടുമുട്ടും. നിശ്ചയമാണ്. നീയും ഞാനും ആരാണ്? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു. ഐസ 49:2 ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന മിനസമുള്ള അമ്പു. ഒന്ന് വാതുറന്ന് പറയാമോ? ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഞാൻ പോരാ 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 ക്രിസ്തുവിനെ കണ്ടെത്തിയ ഞാൻ പിതാവാം ദൈവത്തിൻ്റെ കയ്യിൽ മറഞ്ഞിരിക്കുന്ന അമ്പു. യേശുവിനെ കണ്ടെത്താത്ത ആത്മാക്കളെ യേശുവിന് വേണ്ടി, വചനത്തിന് വേണ്ടി വീഴ്ത്തുവാൻ ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന അമ്പാണ് നീയും ഞാനും. മനസ്സിലായോ? കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തും. 2 കൊരിന്ത്യർ 2:15 ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ നീയും ഞാനും രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിൽ, നശിച്ചു പോകുന്നവരുടെ നടുവിൽ പിതാവിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ആത്മാക്കളെ ദൈവസന്നിധിയിൽ വീഴ്ത്തുവാൻ ദൈവത്തിൻ്റെ കരത്തിൽ മറഞ്ഞിരിക്കുന്ന മിനസമുള്ള അമ്പാണ് നീയും ഞാനും. പിതാവിന് ക്രിസ്തുവിൻ്റെ
രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിൽ, നശിച്ചു പോകുന്നവരുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാണ് നിങ്ങളും ഞാനും. സന്തോഷമില്ലേ? 3 അപ്പോസ്തല പ്രവൃത്തികൾ 24:6, അപ്പോസ്തല പ്രവൃത്തികൾ 21:8 സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന കർത്താവിൻ്റെ കൺമണി പൗലോപ്പോസ്തലനെ ശങ്കലയിൽ ബന്ധിച്ചു. ഹൈപ്രീസ്റ്റ് അനനിയാസും മൂപ്പന്മാരുടെ മുമ്പിൽ അവിടെ ഒരു വിദ്വാൻ, ഓറേറ്റർ, വാൻമീകി ഓറേറ്റർ, പേര് തെർത്തുലോസ്. അപ്പോസ്തലർ 24:6 തെർത്തുലോസ് അറിയപ്പെടുന്ന പ്രാസംഗികൻ വന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന രാജശ്രീ ഫെലിക്സിനോട് കർത്താവിൻ്റെ കൺമണി സുവിശേഷത്തിന് വേണ്ടി ചങ്കലയിൽ നിൽക്കുന്ന പൗലോസിനെ കുറിച്ച് കിങ്ങനോട് ഇവൻ തെർത്തുലോസ് പരിചയപ്പെടുത്തും. ഇവൻ ആരെന്ന് നിങ്ങൾക്കറിയാമോ? ഇവൻ ഒരു പാതയാണ്. 24:6 ഇവൻ ഒരു വിഷക്രിമിയാണ്. ശരിക്കും യേശുവിൽ നിറഞ്ഞു നിന്ന് യേശുവിനെ അറിയാതെ പേയുടെ മറവിൽ ജീവിച്ച് നരകത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായാലും മന്ത്രിയായാലും പഞ്ചായത്ത് മെമ്പറായാലും മുഖം നോക്കി യേശു അല്ലാത്തവൻ നരകത്തിലേക്ക് പോകും എന്ന് അറിയുവാൻ ഹെൽപ്പും ബലവും ധൈര്യവും ശക്തിയും അഭിഷേക നിറവും ഉള്ളവൻ ഒരു വിഷക്രിമി തന്നെയാണ്. കാരണം ഇതിനെ തൊട്ടവനെ വിഷക്രിമി വിടത്തില്ല. ആമേൻ. ഇവനൊരു വിഷക്രിമിയാണ് രാജാവേ. ഇവനെ വെറുതെ വിട്ടുകൂടാ. ഇവനൊരു കോവിഡാണ്. ഇവനെ തൊട്ടാൽ അവൻ പോക്ക. അവൻ നിത്യജനിലേക്ക് ഇയർമാർക്ക് ചെയ്യപ്പെടുന്നു. ആകയാൽ ഇവനെ വിട്ടുകൂടാ. ഇവൻ മിനസമുള്ള അമ്പ്, ഇവൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസന, വേണമെങ്കിൽ എല്ലാവരെയും നീതിയിലേക്ക് നയിക്കുന്ന തൊട്ടവനെ വിട്ടുവയ്ക്കാത്ത വിഷക്രിമി. ഓ ഹല്ലേലൂയ. 4, മിച്ചമുള്ള മാവ് എത്ര പറയായാലും ഒരു രാത്രി സമയത്തിൽ സർവമാവിനെയും സമ്പൂർണമായി പുളിപ്പാക്കുന്ന ഈസ്റ്റാണ്. ആമേൻ. മത്തായി സുവിശേഷം 13:33. അങ്ങനെയാണ് പൗലോസ് യാചിക്കുന്നത്. എന്നെ ദൈവം രക്ഷിച്ച് എല്ലാവരെയും രക്ഷിക്കണം. എൻ്റെ ജാതി ജനം എല്ലാം. ഇതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച. രക്ഷ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ദാനം. ക്രിസ്തു മുഖാന്തരം വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ. ക്രിസ്തുവിൻ്റെ വചനം മുഖാന്തരം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദിവ്യ രക്ഷ. ഇതുകൊണ്ട് നിനക്കും എനിക്കും ദൈവം ഒരുക്കി വച്ചത് ശാപമല്ല, അനുഗ്രഹമാണ്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. സൽശവാക്യം 10:22. അതിനോടൊപ്പം ഒരു വേദനയും ദൈവം കൂട്ടാർ. വേദന ഇല്ലാത്ത സമ്പത്തും അനുഗ്രഹവും ഈ രക്ഷ മുഖാന്തരം ദൈവം നൽകും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:3 പിതാവാം ദൈവം ക്രിസ്തു മുഖാന്തരം രക്ഷയെ കണ്ടെത്തിയവന് ദൈവം ഒരുക്കി വെച്ച സകല ആത്മീയ അനുഗ്രഹവും നീ ക്രിസ്തുവിലായാൽ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ആത്മീയ അനുഗ്രഹം. 1 പുറപ്പാട് 34 നിന്റെ പേരവൻ സ്വർഗത്തിൽ എഴുതുന്നു.
ആത്മീയ അനുഗ്രഹം 2 യോഹന്നാൻ 14:1 ക്രിസ്തുവിൽ ആയ ഒരുവന് സ്വർഗത്തിൽ ക്രിസ്തു പണിയുന്ന ഒരു ഭവനം. ആത്മീയ അനുഗ്രഹം 2. നീ ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയാൽ പിതാവാം ദൈവം സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന 1 പത്രോസ് 1:4-5 ഒരു അവകാശം. രക്ഷയെ കണ്ടെത്തിയവന് വേറൊരു ഭയങ്കര അനുഗ്രഹം. അപ്പോസ്തലൻ 2-ാം അധ്യായം 47-ാം വചനത്തിൽ രക്ഷിക്കപ്പെടുന്നവന് എൻ്റെ ജാതി ജനത്തെ രക്ഷിക്കണമേ എന്ന് പൗലോസിനെ വിളിച്ചവല്ലോ. ആ രക്ഷ ക്രിസ്തുവിൽ കണ്ടെത്തിയ ഒരുവന് കർത്താവ് ദിവസം പ്രതി സഭയോട് ചേർക്കുന്നു. അപ്പോസ്തലൻ 2:47 പറയുക. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത്. അപ്പൊ സഭയിൽ കർത്താവ് ചേർക്കുന്ന സഭയിൽ ചേരുവാനുള്ള ഭാഗ്യം, അനുഗ്രഹം ക്രിസ്തുവിൽ രക്ഷ കണ്ടെത്തിയവന് ഉണ്ട്. പള്ളിയല്ല കേട്ടോ സഭ. നീ ഉദ്ദേശിച്ചിരിക്കുന്ന ഗോപുരമും ഇന്റർലോക്കും ടൈൽസും ക്രൂസും വച്ച് കെട്ടി ഉയർത്തിയിരിക്കുന്നല്ലോ, ആ കെട്ടിടമല്ല ബൈബിളിലെ സഭ. മനസ്സിലായവർ കൈകളെ ഉയർത്തി കൈകളെ തട്ടണം. കർത്താവ് എല്ലാരെയുമല്ല, ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്നവരെ സഭയിൽ ചേർത്ത്. ഞാൻ എന്നും ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു കറുത്ത പുസ്തകവും വേറൊരു പാട്ട് പുസ്തകവും കൊണ്ട് ഇങ്ങനെ കിഴക്കിൽ നിന്നിങ്ങനെ പടിഞ്ഞാറങ്ങോട്ട് പോകും. അപ്പോൾ ഒരു നാൾ നിർത്തി ചോദിച്ച്, എങ്ങോട്ടാ? സഭയ്ക്ക് പോകുന്നത്. കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട്. കുറച്ച് നാൾ ഇയാളെ കണ്ടില്ല. പിന്നെ കാണുന്നത് ഇയാളിപ്പോൾ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് പോകുന്നത്. ബൈബിളുണ്ട്, പാട്ടുപുസ്തകമുണ്ട്. ഇപ്പം ഇങ്ങോട്ടാ? ഞങ്ങളുടെ സഭയ്ക്ക് പോകുന്നു. നേരത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തലകീഴായി പോകുന്നു. അതറിഞ്ഞില്ലേ? മറ്റേ ഗ്രൂപ്പ് പള്ളിയെ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ അതിൽ വാഴയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു കുറച്ച് കപ്പ കൂടെ അവിടെ വയ്ക്കണം, നന്നായിട്ട് വരും. ഒരു സഭ ഒരു ശത്രുവാൽ ഇടിച്ച് തകർക്കുവാൻ കഴിയുന്നത് അല്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 4 സാമ്രാജ്യങ്ങൾ: ബാബിലോണിയൻ സാമ്രാജ്യം, പെർഷ്യൻ സാമ്രാജ്യം, പിന്നെ യൗവന സാമ്രാജ്യം, അവസാനം റോമാ സാമ്രാജ്യം. ഒരു പൊടി കല്ല്. ദാനിയേൽ പ്രവചിക്കുന്ന 2:34 അൺടച്ച്ഡ് ബൈ ഹ്യൂമൻ ഹാൻഡ്, ഒരു മനുഷ്യന്റെ കയ്യാലും തൊടാപ്പെടാത്ത ഒരു കല്ല് ഉയരത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഈ 4 സാമ്രാജ്യം, പൊന്ന്, തങ്കം, ചെമ്പ്, കളിമണ്ണ്, ഇരുമ്പ്, അവസാനം 4ാമത്തെ സാമ്രാജ്യം കളിമണ്ണും ഇരുമ്പും ഉള്ള ഭാഗത്ത് ഈ പൊടിക്കല്ല് അടിച്ച് 4 സാമ്രാജ്യങ്ങളെയും തകർത്ത് കളഞ്ഞ്. ഈ കല്ല് ആരെന്നറിയാമോ? പൗലപ്പോസ്തലൻ കൊരിന്ത് സഭയ്ക്ക് എഴുതുന്നു, ക്രിസ്തു തന്നെ ആ കല്ല്. ക്രിസ്തു തന്നെ ആ കല്ല്. 1 കൊരിന്ത്യർ 10:4. ആ കല്ല് ക്രമേണ വലുതായി 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 ലോകമെമ്പാടും മഹാപർവ്വതമായി. ദാനിയേൽ 2:35 മഹാപർവ്വതമായി, നിത്യരാജ്യത്വമായി,
മാറ്റി തീർന്ന യേശു എന്നുള്ള കല്ല്. ആ യേശു എന്നുള്ള കല്ലിൽ ഒരുവൻ വീണാൽ അവൻ ഭസ്മമാകും. ഈ കല്ലിൽ, ഈ മനുഷ്യനിൽ ഈ യേശു എന്നുള്ള കല്ല് വീണാലോ അവനും ഭസ്മമാകും. മത്തായി 21:44. ഈ കല്ല് എന്നുള്ള യേശുവാണ്. 1 കൊരിന്ത്യർ 17:27 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ ശരീരം. ഈ കല്ല്, കൈതൊടാത്ത കല്ല് പർവ്വതമായി തീർന്ന് യേശുവാൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം, അഥവാ യേശുവിൻ്റെ മണവാട്ടി എന്നുള്ള യേശുവിൻ്റെ ശരീരം എന്നുള്ള സഭ. ക്രിസ്തു യേശു മരിയയുടെ പുത്രൻ എന്ന് വിശ്വസിക്കുന്ന കൂട്ടമല്ല. പത്രോസേ, പത്രോസേ, മത്തായി 16:16 ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്നുള്ള വിശ്വാസത്തിൽ ഉയർത്തപ്പെട്ട ഒരു കൂട്ടമെന്നുള്ള സഭ. ആമേൻ. ആ സഭ മത്തായി 16:18 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാതാള ഗോപുരങ്ങൾ പോലും ജയിച്ചടക്കുവാൻ ഈ സഭയുടെ മുമ്പിൽ കഴിയുകയില്ല. പിന്നെയാണ് ശത്രുവിൻ്റെ കൂട്ടം, പിന്നെയാണ് ശത്രുവിൻ്റെ കൂട്ടം. ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന പാതാള ഗോപുരങ്ങൾ പോലും സഭയെ പിടിച്ചടക്കുകയില്ല. കാണുന്നത് ഒന്നും കർത്താവ്. അവിടെ പോയി ഞാൻ ആർസിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് മോളെ പറഞ്ഞാൽ കർത്താവ് അറിയാത്ത ഒരു കാര്യം അതാണ്. ഇത് ഏത് RC, ഇത് ഏത് LC, ഇത് ഏത് CSI, ഇത് ഏത് IPC? മാനസാന്തരപ്പെട്ടുകൊള്ളുക. മാനസാന്തരപ്പെട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കർത്താവ് ആദിമ നൂറ്റാണ്ടിൽ രക്ഷിക്കപ്പെടുന്നവരെ ഏത് സഭയിലാക്കിയോ, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 23-ാം വചനത്തില് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭ. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ ഇന്ന് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട്, നാളെ പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ ആളുകൾ മാറി മാറി കുസ്തിയും മരിച്ചിന് വയ്പ്പും വാഴക്കച്ചവടവും പായസമേളയും 3 ട്രിപ്പും പോയി സ്വർഗം തലകുനിയുന്നു നിന്റെ മുമ്പിൽ. ആദ്യജാതന്മാരുടെ സഭ സ്വർഗത്തിലുണ്ട്. ആദ്യജാതൻ ക്രിസ്തു. കൊലോസിയർ 1:15. ആദ്യജാതന്മാരുടെ സഭയിൽ കർത്താവ് നിന്നെ ചേർക്കും. അതാണ് രക്ഷിക്കപ്പെട്ടവന് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം. ദൈവത്തിൽ തന്നെ രക്ഷിച്ചുകൊള്ളുക. എന്നാൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം നിനക്ക് തരും. നമുക്ക് എഴുന്നേൽക്കാം. ആമേൻ, 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 ആമേൻ. കൈകൾ ഉയർത്തി, കൈകളെ തട്ടി ശക്തിയോട്, ശക്തിയോട് ബലമായി, 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 ബലമായി. കേട്ട വചനം മറക്കരുത്, കേട്ട വചനം മറക്കരുത്. വചനം കേൾക്കണം. വചന കേൾവിയാൽ വരുന്ന വിശ്വാസം, മാനസാന്തരപ്പെട്ടുള്ള വിശ്വാസം. ആ വിശ്വാസം വരുമ്പോൾ നീ എടുക്കേണ്ട ഒരു സ്നാനമുണ്ട്, പുനർജനന സ്നാനം. ആ പുനർജനന സ്നാനം സ്വീകരിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുന്നവൻ വാ അടച്ചു വയ്ക്കരുത്. റോമർ 10:10
என்னையும் நின்னையும் ரட்சிக்குவான் ஒரு தெய்வம் உண்டு என்று நீ சதா ஆதரம் கொண்டு ஏற்று പറയണം. മരണാന്തരം നിലനിൽക്കണം. എന്നാൽ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ തിരുസഭ അതിൽ കർത്താവ് നിന്നെ ചേർക്കും നിശ്ചയം. രക്ഷ ഞാൻ കണ്ടെത്തിയതുപോലെ എൻ്റെ ജാതി ജനവും കണ്ടെത്തുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച. വാ തുറക്കണം, വാ തുറന്ന് സ്തുതിക്കണം, വാ തുറന്ന് രാജാവിനെ സ്തുതിക്കണം. ഇപ്പോൾ അത്ഭുതങ്ങളുടെ സമയമാണ്. നിന്റെ ഹൃദയ വാഞ്ചയെ നിനക്ക് നിവൃത്തിയാക്കുവാൻ രാജാടി രാജ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. സ്തുതിപ്പിൻ, 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 സ്തുതിപ്പിൻ. ശക്തിയോട്, 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 ശക്തിയോട്. എല്ലാ ആളുകളും നിങ്ങളുടെ ശരീരത്തിൽ രഹസ്യ ഭാഗങ്ങളിൽ നൂലും മാലയും രക്ഷക്കുഴലും കെട്ടി ദൈവത്തെ കബളിപ്പിച്ച് ദൈവത്തിൽ വന്നിട്ടുണ്ടോ? നീ നിന്നെ വിൽക്കരുത്. നീ കരസ്ഥമാക്കിയ രക്ഷയെ കൊണ്ട് പിശാചിനെ വിൽക്കരുത്. രക്ഷ നൂലും തകടും പൊട്ടിച്ചു കളയുക. യേശു മതി, യേശു മതി, യേശു മതി. അപ്പാ എന്ന് കരയുക, അപ്പാ എന്ന് കരയുക. എല്ലാ ആളുകളും, എല്ലാ ആളുകളും ശക്തിയോടെ, 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 ശക്തിയോടെ ശബ്ദമുയർത്തി പോരാ, ആരാധിക്കുക. ആരാധനയ്ക്ക് യോഗ്യനായ ചെല്ല ദൈവത്തെ ആരാധിക്കുക. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. ആരാധിപ്പീൻ. ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ്, അഗ്നിയിൽ നിറഞ്ഞ്, അഗ്നിയിൽ നിറഞ്ഞ്, അഗ്നിയിൽ നിറഞ്ഞ്, യേശുവിൽ നിറഞ്ഞ്, ആനന്ദ നദിയിൽ നിറഞ്ഞ്. എല്ലാവരും ശക്തിയോടെ, ശക്തിയോടെ യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, യേശുവേ എൻ്റെ ഉള്ളിൽ വരണമേ, യേശുവേ, യേശുവേ, യേശുവേ. ശക്തിയോട്, 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 ശക്തിയോട്. ടി 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 മുറുകെ പിടിക്കുക, മുറുകെ പിടിക്കുക. ദൈവശക്തികൾ നിറയുക, ദൈവശക്തികൾ നിറയുക, ദൈവശക്തികൾ നിറയുക, നിറയുക. ദൈവ പൈതൽ നിറയുക, ദൈവശക്തികൾ നിറയുക, നിറയുക. പോരാ, പോരാ. ആത്മാവിൽ നിറയുക, നിറയുക. ദൈവ പൈതലേ നിന്റെ ഉള്ളിൽ അവൻ, ആമേൻ, ഉൾഭയം മാറുന്നു, ഉൾഭയം മാറുന്നു, ഉൾഭയം മാറുന്നു. അവനിൽ, നിന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു. നിന്റെ ഹൃദയത്തിന്റെ ഇച്ഛ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നടത്തി
തരുന്ന, നിനക്ക് നടത്തി തരുന്ന ദൈവം. കരയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവസന്നിധിയിൽ പകരുക, പകരുക. നിങ്ങളുടെ കുടുംബം മൊത്തമായി രക്ഷയിലേക്ക് കണ്ടെത്തുവാൻ, രക്ഷയിലേക്ക് കടന്നു വരുവാൻ അനേകർ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രക്ഷയുടെ ശക്തി കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നു. കുടുംബം മൊത്തമായി, കുടുംബം മൊത്തമായി രക്ഷയിലേക്ക് കടന്നു വരുവാൻ എല്ലാ ആളുകളും, കുടുംബത്തിലുള്ള എല്ലാ ആളുകളും രക്ഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിന്റെ മഹാദയ നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നു, കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നു. കള്ളക്കുടിയൻ മാനസാന്തരപ്പെടുന്നു, കാമ വിചാരകൻ മാനസാന്തരപ്പെടുന്നു, സിനിമ പ്രേമി മാനസാന്തരപ്പെടുന്നു, രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടവൻ മാനസാന്തരപ്പെടുന്നു, വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നവൻ മാനസാന്തരപ്പെടുന്നു. കർത്താവിന്റെ ജീവന്റെ കരം നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു, രക്ഷയുടെ ശക്തി വ്യാപരിക്കുന്നു കുടുംബങ്ങളുടെ ഉള്ളറകളിൽ. ഹല്ലേലൂയ. തീ 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 അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. യേശുവേ, യേശുവേ. കുടുംബം ഒന്നടങ്കം ഞാനും എന്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. ഞാനും എന്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. ഞാനും വാ തുറക്കുക, വാ തുറക്കുക. നീ, നിന്റെ കുടുംബം, നിന്റെ തലമുറ, തലമുറയുടെ തലമുറ ഒരാള് പോലും വിട്ടുവിടാതെ നീ പിശാച് പിടിച്ച് ബന്ധിച്ച് വച്ചിരിക്കുന്ന ആത്മാക്കള് യേശുവിൻ നാമത്തിൽ I unloose it, I unloose it. പിടിച്ച് ബന്ധിച്ച് വച്ചിരിക്കുന്ന ശങ്കലകൾ പൊട്ടുന്നിട, പൊട്ടുന്നിട. കുടുംബം മൊത്തമായി രക്ഷ, കുടുംബം മൊത്തമായി രക്ഷ, കുടുംബം മൊത്തമായി രക്ഷ. ടീ 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 ടീ. ആത്മനിറവിൽ, ആത്മനിറവിൽ ആരാടിപ്പീൻ, ആരാടിപ്പീൻ. കൊണ്ടുവന്ന വ്യാധി, നീ കൊണ്ടുവന്ന രോഗം യേശുവിൻ നാമത്തിൽ വ്യക്തികളിൽ നിന്ന് ദൈവം മാറ്റിക്കൊടുക്കണമേ, വ്യക്തികളിൽ നിന്ന് മാറ്റിക്കൊടുക്കണമേ. ഹീലിംഗ് പവർ, healing power, healing power, healing power, healing power, healing power, healing power, healing power. 6 മാസമായി 6 ഡോക്ടർമാരെ കണ്ടിട്ടും വിട്ടുമാറാത്ത ബ്ലീഡിംഗ്. സഹോദരി, നിങ്ങളെ ഇപ്പോൾ വിട്ടുമാറുന്നു, വിട്ടുമാറുന്നു, വിട്ടുമാറുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ വിടുതൽ. ഉറക്കമില്ലാതെ ചരിഞ്ഞും മലന്നും കിടന്നു നോക്കി, എഴുന്നേറ്റ് നടന്നു നോക്കി, വീട് മാറി നോക്കി, മുറി മാറി നോക്കി, ഉറക്കം നഷ്ടപ്പെട്ട ചില ആളുകള് കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തൊടുന്നു, ഇപ്പോൾ തൊടുന്നു. നന്നായിട്ട് കിടന്നിറക്കം ഇന്നു മുതൽ തമ്പുരാൻ നിങ്ങൾക്ക് തരുന്നു. ഭാര്യ ഭർത്താവ് തമ്മിൽ ചേർച്ചയില്ലാതെ നിലവിളിക്കുന്ന 6 കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതകരം ഇറങ്ങുന്നു, ഐക്യത സ്ഥാപിക്കുന്നു. മക്കളില്ലാത്തവരോട് മനസ്സലിയണമേ. ആണ്ടുകളായി ചികിത്സയെടുത്തിട്ടും ഒരു തലമുറയ്ക്ക് വേണ്ടി വീങ്ങിപ്പൊട്ടുന്ന അങ്ങയുടെ മക്കളോട് ദൈവമേ മനസ്സലിയണമേ. ജീവന്റെ കരം ഗർഭത്തെ തൊടട്ടെ, ജീവന്റെ കരം ഗർഭത്തെ തൊടട്ടെ. ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് ദൂരെ ദേശങ്ങളിൽ പഠിത്തത്തിനായി ഉപജീവന മാർഗത്തിനായി ആയിരിക്കുന്ന ഓരോ ആളുകളെയും ദൈവമേ അങ്ങയുടെ മാറിൽ ഇപ്പോൾ
ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി. അഗ്നി വർഷിപ്പിക്കുന്നു, അഗ്നി നിങ്ങളുടെ മേൽ അവൻ വർഷിപ്പിക്കുന്നു. ഇപ്പോൾ ദിവ്യ സമാധാനം, ദിവ്യ സമാധാനം, വ്യക്തികളിൽ ദിവ്യ സമാധാനം, ദിവ്യ സമാധാനം, ദിവ്യ സമാധാനം. ആമേ. കടംഭാരം അഴിച്ചു മാറ്റിക്കൊടുക്കണമേ. എന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം തമ്പുരാൻ നൽകണം. ഇവിടെ നടത്തുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ തലമുറ സ്കൂളിൽ, കോളേജിൽ ആയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ആർക്കും പുറകിലല്ല, എല്ലാവർക്കും മുമ്പിൽ അവർ ശോഭിക്കട്ടെ, ശോഭിക്കട്ടെ, ശോഭിക്കട്ടെ. ഒഴിക്കുന്ന വാഹനം സ്വർഗമേ തൊട്ട് ശുദ്ധീകരിക്കണം. മുമ്പിലും പുറകിലും പോകുന്ന വാഹനം സ്വർഗം നിയന്ത്രിക്കണം, കാട്ടുകൊള്ളണമേ. കേട്ട വചനത്തിൽ നിലനിൽക്കുവാൻ സ്വർഗമേ സഹായിക്കുന്നതിനായി നന്ദി. ദൈവത്തിൽ രസിച്ചു കൊള്ളുക. നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നീ അനുഭവിക്കും നിശ്ചയം. ഇന്നേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ വാഴും. ഞാൻ രക്ഷിതാവിൻ കൂടെ മാനമും മഹത്വവും അങ്ങേക്ക്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ക്രിസ്തു യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ അഭിഷേകം സദാകാലങ്ങളിലും നമ്മോരോരുത്തരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.